കക്ക ഹലോ, ഇന്ന് അച്ഛൻ കക്ക മേടിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ലൊരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ഇടാന്ന്. അപ്പോൾ കക്ക റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്? കക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെള്ളം വാരാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ കക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് നന്നായി തിരുമ്പി വെക്കാം. നമ്മൾ സബോളയിലെല്ലാം മുളക് പൊടി ഇടുക. ഇത് ആദ്യം തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് തിരുമ്പി വെക്കണം. കുരുമുളക് പൊടി വളരെ കുറച്ച് മതി. ഇതിങ്ങനെ തിരുമ്പി അല്ലാതെ നന്നായി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ വെക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഞാനിപ്പോൾ സബോള വാട്ടണയിൽ ഇടുന്നത്. എങ്ങനെയായാലും കുഴപ്പമുണ്ടാവില്ല, രസത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടത് ചെറിയുള്ളിയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കുക, നന്നായി ചതച്ച് വെക്കുക. ഇനി എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് വാട്ടിയെടുക്കുക. നന്നായി വാടാൻ പാടില്ല, ഒരു പകുതി വാടലാവാൻ പാടുള്ളൂ. ഉള്ളി ഒന്ന് പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ഇതൊന്ന് പാകമായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ സബോളിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കക്ക പരട്ടി വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അധികം നേരം വഴണ്ടൊന്നും വേണ്ട, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്തത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടി ഇടുന്ന കാരണം കുറച്ച് മാത്രം മതി. അതൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നാളികേരം അതിൽ ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ടിട്ട് മൂക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ കക്ക തട്ടി കൊടുക്കുക. കക്ക ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കക്കയിലെ മസാലയും നാളികേരവും ഒക്കെ നന്നായി യോജിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. നാളികേരം ഇട്ടാലാണ് നമ്മുടെ കക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി യോജിപ്പിച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വേവാനായിട്ട് വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം ജീരകവും പെരിഞ്ജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ മസാല ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അളവിന് ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കുക. ഇത് നന്നായി യോജിപ്പിച്ച് എല്ലാത്തുമ്മിലും പിടിക്കണ രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി നമ്മളിത് പാനിൽ തന്നെ ഇടണം, എന്നാലും ഇതൊന്ന് വെന്ത് നല്ല സെറ്റാവുള്ളൂ. പക്ഷെ നന്നായി മൊരിക്കാനും പാടില്ല. മൊരിച്ച് കഴിഞ്ഞാൽ നമ്മളത് കക്ക കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവർക്കും പല രീതിയിലാണ് ഇഷ്ടം, ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി നല്ല പാകമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്